ഭാരത്തിൽ താരും ജീവാ ഉറവയിൻ തോടടിച്ചു ദാഹം തീർത്തിടും. അപ്പവും ഇരട്ടി ജീവകാരത്തിൽ താരും ജീവാ ഉറവയിൻ തോടടിച്ചു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചാവനെ അമേരെനിക്കൊട്ടും ഭയമില്ല നിരത്തിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു താരാപാതിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരുക്കമായിരും വീടിൽ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ല എന്റെ കലശത്തിലെന്ന കാവിഞ്ഞൊഴുകിയിടുവേ. കാലത്തിലെ മാവുലേശം കുറയുകില്ല എന്റെ കലശത്തിലെന്ന കാവിഞ്ഞൊഴുകിടുവേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ അമേരെനിക്കൊട്ടും ഭയമില്ല നിരത്തിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകാളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകാളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നാൽ അതിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നാൽ അതിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ അമേരെനിക്കൊട്ടും ഭയമില്ല നിരത്തിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുവിധി കേട്ടുതല്ലും നടുങ്ങിടിലും ദൂരത്തേടി തണലാതി ഉറങ്ങിടിലും. ശത്രുവിധി കേട്ടുതല്ലും നടുങ്ങിടിലും ആമേൻ ദൂരത്തേടി തണലാതി ഉറങ്ങിടിലും. അന്നുണർത്തി താരും ദൂതർ കാണലാടകൾ തിന്നു ശബ്ദനാക്കി നടത്തിടും ദിനം ദിനമായി. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിരത്തിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിരത്തിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രാത്രി നമ്മെ വിട്ട് കടന്നുപോയി. അനേകർ പ്രത്യാശയോടെ ഉറങ്ങി. എന്നാൽ അനേകർക്ക് എണീക്കാൻ കഴിയാതെ ഭൂപരപ്പിൽ മാറ്റപ്പെട്ട ഒരു പകലായിരുന്നു. എന്നാൽ നമ്മെ ശ്രേഷ്ഠകരമായി മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തുതിപ്പാൻ വകയുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ശബ്ദത്തിലേക്ക് നമ്മെ കർത്താവ് പിന്നെ നയിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ച് കർത്താവിലേക്ക് ആയിരിക്കാമല്ലോ. ദൈവം നമ്മോട് പിന്നെ സംസാരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ ഇന്ന് പകൽക്കാലം ആമേൻ വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്തേണ്ടതിന്, വലിയ വിടുതലിലേക്ക് നടത്തേണ്ടതിന് കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ദൈവം നമ്മോട് വാസ്തവമായി ഇന്ന് പകലിൽ ഇടപെടേണ്ടതിന്, കർത്താവിൻ്റെ വലിയ ദയ കൊണ്ട് നമ്മെ പൊതിയേണ്ടതിനായി നമുക്ക് ദൈവത്തിലേക്കൊന്ന് ഏൽപ്പിക്കാം.
പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം നമ്മുടെ ശുശ്രൂഷയിൽ വെളിപ്പെടേണ്ടതിന്, ആമേൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ അല്പനിമിഷം ധ്യാനിപ്പാൻ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം, ആമേൻ, 12-ാമത്തെ അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു, സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരിക്കുന്നു. സ്ത്രീകളും പൈതങ്ങളോടും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. സ്തോത്രം. ഇവിടെ ജനം മടങ്ങി വന്ന ശേഷം അവർ ഭയങ്കര ഒരു സന്തോഷം അവരുടെ ജീവിതത്തിൽ വരികയാണ്. ആമേൻ. അവർക്കൊരു മടങ്ങി വരവ് ദൈവം അവർക്ക് വച്ചു. ആ മടങ്ങി വരവിൻ്റെ മുൻപിൽ അവർ യാഗങ്ങൾ അർപ്പിച്ചു, കാളകളെ അറുത്തു. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മഹത്വം അവരുടെ മേൽ വെളിപ്പെട്ടു. സ്വർഗം അവർക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുവാൻ ഇടയായി. സ്തോത്രം. ആമേൻ. അവർ എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉറവവാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ, ആമേൻ, പട്ടണത്തിൽ കൂടി ദാവീദിന്റെ, ആമേൻ, അരമനയ്ക്ക് പുറം മതിലിന്റെ, ആമേൻ, സ്തോത്രം, അറ്റത്തിൽ നിന്നു. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ, ആമേൻ, അവർ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അവരുടെ മുമ്പിൽ ദൈവം എടുത്തു മാറ്റുവാനിടയാ. സ്തോത്രം. അപ്പൊ ശത്രുക്കൾ ഇവരെ ഈ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്താതിരിക്കുവാൻ ഇവരുടെ മുമ്പിൽ ഒത്തിരി കാരാഗ്രഹ, ആമേൻ, വാതിലുകൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. പക്ഷെ ഇതിനകത്തുനിന്ന് ദൈവം അവരെ, ആ കാരാഗ്രഹത്തിന്റെ വാതിലിനകത്തുനിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. എല്ലായ്പ്പോഴും നിനക്ക് കാരാഗ്രഹവാസമല്ല കേട്ടോ. എല്ലായ്പ്പോഴും നിനക്ക് കണ്ണീരല്ല കേട്ടോ. എവിടെയെല്ലാം ജനം കരഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം അവരെ വിടുവിച്ചിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. അവർ കാരാഗ്രഹത്തിൽ നിന്ന്, സ്തോത്രം, ആമേൻ, സ്തോത്രം, അങ്ങനെ ആമേ സ്തോത്ര, ആമേ ഗാനത്തോടെ കൂട്ടമായി അവർ പുറത്തു വരികയാണ്. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു, ആമേൻ, നേതൃത്വം ദൈവം അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ. യെശയ്യാവ്, എലിയാസർ, ആമേൻ, ഉസിയ, ആമേൻ, തുടങ്ങിയ ആ ഒരു കൂട്ടം പേർ, ആമേൻ, അവർക്ക് നേരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു. സ്തോത്രം. എങ്ങനെ? അവരുടെ മേൽ ഒരു വലിയ നിയോഗം വെളിപ്പെടുകയാണ്. നാളുകൾക്ക് മുമ്പേ അവരോട് പറഞ്ഞതാ. സ്തോത്രം. എല്ലാ പേരും ദേവാലയത്തിന് അരികെ, ആമേൻ, വന്നു നിന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുകൾ, ആമേൻ, സ്തോത്രം, പാടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരെല്ലാം നല്ലവണ്ണം സംഗീതങ്ങളുണ്ടായിരുന്നു, വീണകളുണ്ടായിരുന്നു, കിന്നരങ്ങളുണ്ടായിരുന്നു, തപ്പ്, നൃത്തം, എല്ലാത്തും കൂടെ ചേർത്തവർ ആരാധന വെളിപ്പെട്ടു. ആരാധന വെളിപ്പെട്ടപ്പോൾ, ആമേൻ, ശുശ്രൂഷകൾ അവിടെ കൈമാറ്റം ചെയ്തു. എപ്പോഴും ആരാധന വെളിപ്പെടുമ്പോഴാ ശുശ്രൂഷകൾ കൈമാറുന്നത്. സ്തോത്രം. ആമേൻ. ആ ശുശ്രൂഷകൾ കൈമാറത്തക്ക തലത്തിൽ, ആമേൻ, അന്ന് ശുശ്രൂഷയ്ക്ക് നിന്ന പുരോഹിതന്മാരുടെയും ലേവ്യരെയും കുറിച്ച് യഹൂദാജനം സന്തോഷം കൊണ്ട് അവർ പുരോഹിതന്മാരോടും ലേവ്യരോടും ന്യായപ്രമാണത്തിൽ, ആമേൻ, നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർത്ത്, ആമേൻ, അവരെന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ, ആ ചേർന്ന് നിന്ന ആ നിലകളിൽ,
ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മഹത്വം അവരുടെ മേൽ വെളിപ്പെടുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില പുരുഷന്മാരെന്ത് ചെയ്യുന്നറിയാമോ? മേൽവിചാരകന്മാരായി ആമേൻ നിയമിച്ചു. സ്തോത്രം. അപ്പോൾ എന്താ വേണ്ടത്? ആരാധന വെളിപ്പെട്ടു. ഇവരുടെ മേൽ ആരാധന വെളിപ്പെട്ടപ്പോൾ ചില ദൗത്യത്തിനായി നിയമനം വന്നു അവിടെ. സ്തോത്രം. അപ്പോൾ ആരാധന എവിടെ വെളിപ്പെടുമോ അവിടെയാണ് ദൈവം ചിലരെ നിയമിക്കുന്നത്, ചില ദൗത്യത്തിന് വേണ്ടി. ഇന്ന് പകലിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ഭവനത്തിൽ ആരാധന വെളിപ്പെടുമ്പോൾ കാരാഗ്രഹവാതിക്കൽ ആമേൻ ഒരു വലിയ സ്തോത്രസ്വരം കേൾക്കാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ വചനം ഞാൻ ചിന്തിക്കുമ്പോൾ ഒത്തിരി കരഞ്ഞവരാ ഇവരൊത്തിരി പ്രാർത്ഥിച്ചവരാ. പക്ഷേ കർത്താവിൻ്റെ വലിയ മഹത്വം അവരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ അവർ മടങ്ങി വരികയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വലിയ ദൈവപ്രവർത്തനം നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ പൊന്നുരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ജനത്തെ മാനിക്കണം, അത്ഭുതം ചെയ്യണം. അങ്ങോട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.